ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മളൊരു വണ്ടി എടുക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കിളിയണ്ണൻ അവൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവനിപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വരും. അപ്പോൾ അവൻ്റെ ഒരു നിർബന്ധം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് വണ്ടി എടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഇന്നലെ ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബസ്സിന് സ്മോക്കിക്കാണ്, കല്യാണ ട്രിപ്പാണ് ചെറിയ. അപ്പോൾ അതിന് ഓടിയിട്ട് നമ്മൾ നേരെ നമ്മുടെ നമ്മുടെ ഗ്യാരേജിൽ കിടക്കുമായിരുന്നു. അവിടെ ബസ് കൊണ്ടിട്ടിട്ട് കല്യാണ ട്രിപ്പ് ഓട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ കൊണ്ടിട്ടിട്ട് നേരെ ഇവിടെ വന്ന്, ഇവിടെ അടുത്തല്ലേ അവൻ്റെ വീട്, നമ്മുടെ ഗ്യാരേജിൻ്റെ. അതുകൊണ്ട് നമ്മൾ നല്ല നൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് കിടന്നുറങ്ങി. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അതിന് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് കിടന്നത്. ഓക്കെ, എന്തായാലും അവനെയും കൂടെ വിളിക്കട്ടെ, അവനോട് വന്നിട്ട് നമുക്ക് പോകാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ കിളിമച്ചാനും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവന് ട്രിപ്പ് പോകണമെന്ന് 2-3 ആഴ്ചയായിട്ട് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഒരു ട്രിപ്പ് പോയാലോ, നമ്മുടെ ജീത്തു അണ്ണനെ വിളിച്ച് എല്ലാവരും വിളിച്ചുകൊണ്ട് പോയാലോ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും ആ വണ്ടി എടുക്കാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, നമ്മുടെ കിളിയണ്ണനെ എപ്പോഴും നമ്മൾ കിളിയണ്ണൻ എന്ന് വിളിക്കുന്ന അതൊരു രസമില്ലല്ലോ. അപ്പോൾ ഇവൻ്റെ പേര് നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ വെച്ച ബെറ്റും കാര്യങ്ങളും ഒക്കെ. ഒത്തരീസ്, അപ്പോൾ അത്രയും നല്ലൊരു വണ്ടി വാങ്ങിക്കാൻ പോകല്ലേ. അപ്പം ഞാൻ പേരിൻ്റെ കാര്യത്തിൽ ഞാനങ്ങ് മറന്നു ഗൈസ്. നിങ്ങളെൻ്റെ പേരൊക്കെ കേട്ടോ. ഞാനെന്തായാലും പുതിയ വണ്ടി പോയി എൻജോയ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഇവൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ പേരാണ് ഡാനി. ഓക്കെ, അപ്പോൾ ഇവൻ്റെ പേര് ഡാനി എന്നാണ്. മറ്റേതോടെ പറ. ഓ, ഇനി അത് പറഞ്ഞില്ലെന്നും പറഞ്ഞു. ഓക്കെ, വേറെ ഒന്നുമില്ല, ഡേഞ്ചർ ഡാനി എന്നാണ് ഗൈസ്. അങ്ങനെ അങ്ങോട്ട് പറ, എല്ലാവരും ഒന്ന് മേടിക്കട്ടെ. ഓ പിന്നെ, ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അങ്ങനെ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ നമ്മുടെ കൊല്ലത്തെത്തിയിരിക്കുകയാണ്. കൊല്ലത്താണ് നമ്മുടെ വണ്ടി ഉള്ളത്. അപ്പോൾ എന്തായാലും മുമ്പേ തൊട്ട് പെയ്യുന്ന മഴയാണ് ഗൈസ്, ഇതുവരെ നിന്നിട്ടില്ല. ഞാൻ നിങ്ങളെ എന്തായാലും വണ്ടി കാണിച്ചു തരാം. 3, 2, 1. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടി. ഓക്കെ, ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. കമ്പനി നമ്മുടെ ടൊയോട്ടയുടെയാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മുടെ വണ്ടി. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോ ഏതാ വണ്ടിയെന്നും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടി ഒന്ന് ഓവറോൾ ചുറ്റി ഒന്ന് കാണിക്കാം. അപ്പം നമ്മുടെ ടൊയോട്ടയുടെ വണ്ടിയാണ്. കിടിലൻ അലോയി ഒക്കെ ഇട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. എല്ലാവരും ഒരാൾ ഓൾറെഡി ആ ഒരു പുള്ളി നമുക്ക് തന്നതാണ് ഒരു 35 lakhs-നൊക്കെ. ഓക്കെ, അപ്പോൾ അധികം ഇതൊന്നും വെക്കണ്ട, ഇതേ പേരൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ടൊയോട്ട ഹയാസ് എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വാങ്ങിച്ച വണ്ടിയാണ് നമ്മുടെ ഡാനി. ഇവിടെ ഒരു ടാഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, നമ്മുടെ ടൊയോട്ട ഹയാസ്. അപ്പം ഇത് ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. എന്തായാലും നമ്മുടെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതേ നമ്മുടെ ഡോറൊക്കെ കിടിലം സെറ്റപ്പ് പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. ഡിക്കിയും കാര്യങ്ങളൊക്കെ ഫുള്ള് നീറ്റാണ്. 3, 6, 7, 8 സീറ്റ് എങ്ങാണ്ടുണ്ട്. കറക്റ്റ് എനിക്കറിയത്തില്ല ഇത് എത്ര ആണെന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തെന്തോ ലൈറ്റ് സെറ്റപ്പാണെന്ന് തോന്നുന്നു. ലൈറ്റോ എന്തോ സംഭവങ്ങളുണ്ട്, ഏതോ RGB ലൈറ്റാണെന്ന് തോന്നുന്നു. പാർട്ടി സെറ്റപ്പ് സാധനങ്ങളൊക്കെ ആണല്ലോ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും മഴയൊക്കെ മാറി, കുറേ നേരത്തിന് ശേഷം മഴയൊക്കെ മാറി. വണ്ടി ഇവിടെ കൊണ്ടിടുന്ന സമയം വരെ ഇത്രയും ഓടി വന്നതല്ലേ, ആ ഒരു പുള്ളി അവിടെ നിന്ന് ഓടിച്ച് വന്നതാണ്. ഈ പുള്ളിയുടെ വീട് എങ്ങാണ്ട് ഇവിടെ കുറച്ച് ദൂരെയാണ്, കൊല്ലത്ത് തന്നെയാണ്, കുറച്ച് ദൂരെയാണ്. അവിടെ നിന്ന് വരെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നല്ല പൊടിയും കാര്യങ്ങളൊക്കെ പിടിച്ച് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കിളിയണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നോവയും കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വർക്കർ ചെറുക്കൻ വന്ന് കൊണ്ടുപോയി. അവനിവിടെ അടുത്താണ് അവൻ്റെ വീടും കാര്യങ്ങളൊക്കെ. അവൻ വന്ന് ഇനി അവിടെയാണ് അവൻ്റെ പണിയും. അപ്പോൾ എന്തായാലും ഇന്ന് അവൻ ആ വണ്ടിയിലാണ്, നമ്മുടെ ഇന്നോവയിലാണ് അവിടെ കൊണ്ട് വന്നത്. അതാകുമ്പോൾ അവിടെ വണ്ടി ഇട്ടിട്ട് പണിയും ചെയ്യാമല്ലോ അവൻ, അതിന് വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും നല്ല മഴയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വണ്ടി അങ്ങ് ഇറക്കുവാണ് ഗൈസ്. സെറ്റപ്പ് ലുക്കാണ്. എന്തായാലും ഇതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. ഓക്കെ, ഓഫ് റോഡറാണോ സ്പീഡുണ്ടോ അതൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും ഇതൊരു അത്യാവശ്യം ലക്ഷറി വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ഇതിൻ്റെ പവറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല പവറുണ്ട് ഗൈസ്. ഇതേ ഫസ്റ്റ് ഗിയറിലാണ് ഈ ഓടുന്നത്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ആക്കി. അപ്പോൾ എന്തായാലും കിണ്ണം വണ്ടിയാണ് ഗൈസ്. എന്തായാലും കിടിലൻ സൂപ്പർ വണ്ടിയാണ്. ഇവിടെ നമുക്ക് U-ടേൺ എടുത്ത് പോകേണ്ടതാണ്, പക്ഷേ ഇവൻ്റെ ആ ഒരു ഡ്രൈവിംഗ് ഫ്ലോയിൽ നമ്മളങ്ങ് ഓടിച്ചു പോയതാണ്. അത്രയ്ക്ക് സുഖമാണ് ഗൈസ് ഓടിക്കാൻ. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് U-ടേൺ എടുത്തുകൊണ്ട് വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും അത്യാവശ്യം ഹാഫ് ടാങ്കോളം ഡീസലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും ഡീസലാണോ പെട്രോളാണോ ഈ വണ്ടിക്ക്? അയ്യോ, അത് ചോദിക്കാൻ മറന്നല്ലോ. നമുക്ക് എന്തായാലും ടാങ്ക് തുറന്നിട്ട് ആ ഒരു ലിക്വിഡ് എടുത്ത് മണപ്പിച്ച് നോക്കിയാലോ, അപ്പോൾ അറിയാം ഡീസലാണോ പെട്രോളാണോ എന്ന്. അവൻ്റെ ഒരു ഇളി, എനിക്കറിയത് ഡീസലാണെന്ന്. ഞാൻ നിന്നെ ഒന്ന് ആക്കാൻ വേണ്ടി ചോദിച്ചതാണ്, ഉടനെ പറയുന്നത് കേട്ടില്ലയോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഇവൻ്റെ വട്ടത്തരങ്ങളൊക്കെ നമ്മൾ
ഇവൻ്റെ വട്ടത്തരത്തിന് കൂട്ട് നിന്ന് നമ്മൾ ഈ ഒരു വണ്ടി എടുത്ത് ഗൈസ്. അപ്പം അവനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു ട്രിപ്പൊക്കെ പോകാനുള്ളതല്ലേ കിടിലം. ഇവനെ മെയിൻ ആ പ്രേത സ്ഥലത്ത് കൊണ്ടുപോകാനാണ് നമ്മൾ ഈ വണ്ടി വാങ്ങിച്ചത്. ഇവനെ അവിടെ ഇട്ട് പെരുക്കണം. മറ്റേ ട്രാവലർ ആകുമ്പോൾ ഇച്ചിരൂടെ വലുതല്ലേ, അതാകുമ്പോൾ അവൻ അത്ര പേടിയൊന്നും കാണത്തില്ല. ഇതാകുമ്പോൾ ഈ ചെറുതായതുകൊണ്ട് ഇവന് നല്ല പേടി കാണും. അത് ശരിയാണ്. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല, ഏത് വണ്ടി പോയാലും. ഞാൻ വേണേൽ ബൈക്ക് എടുത്തോണ്ട് അവിടെ വരെ പോയിട്ട് വരും. പിന്നെ നീ ബൈക്ക് എടുത്തോണ്ടൊന്നും പോകണ്ട, നിന്നെ ഈ വണ്ടി കൊണ്ടുപോയിട്ട് നമ്മൾ അവിടെ ഇറക്കി വിട്ടിട്ട് ഇങ്ങ് പോരും. ഓക്കെ, ഇറക്കി വിട്ടിട്ട് അവിടെ നിൽക്കും. നീ അവിടെ ഒരു 5 മിനിറ്റ് നിന്നാൽ നിനക്ക് ഞാൻ 5000 രൂപ സമ്മാനം തരും. ഉറപ്പാണോ? ആന്ന്. എന്നാ ശരി, ഞാൻ നിൽക്കാം. ഇതൊക്കെ എന്ത്? ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക ഇത് ഏത് വണ്ടിയാണെന്ന്. പറഞ്ഞ് ഓവറാക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞത് ഹയാസാന്ന്. പറഞ്ഞോ? ഇങ്ങേരിത് ഇത് പറയാതിരുന്നായിരുന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻ്റ് ഇടുന്ന നമുക്ക് കാണാമായിരുന്നല്ലോ. അത് ശരിയാണല്ലോ. ഞാൻ പെട്ടെന്ന് അത് ഓർത്തില്ലടാ. ഇനി എന്താ ചെയ്യാനാ, മാനത്ത് നോക്കി വലിച്ചോണ്ടിരുന്നോ? പിന്നെ ഒരു കാര്യം ഗൈസ്, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മളെ ഇഷ്ടമാണെങ്കിൽ ഡേഞ്ചർ ഡാനിന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, എനിക്ക് എത്ര ഫാൻസ് ഉണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. പിന്നെ നിനക്ക് എന്നാൽ പിന്നെ കമൻറ്റ് ബോക്സ് ഫുള്ള് കാലിയായിരിക്കും. കമൻറ്റ് ഇടാമെന്ന് വിചാരിച്ച ആൾ പോലും ഇടത്തില്ല. എന്നാൽ നിനക്ക് അത്രയ്ക്ക് ഉറപ്പാണെങ്കിൽ നിൻ്റെ ഫാനാണെന്ന് പറഞ്ഞ് ഡേഞ്ചർ ഡാനിന്ന് കമൻറ്റ് ഇടുന്നവന് ഞാൻ അവൻ്റെ കമൻറ്റ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കും ഗൈസ്. ഉറപ്പ്. നിങ്ങൾ അവൻ്റെ ഫാനാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ. എക്സ്ട്രാ ഒരു കമൻറ്റ് ബോക്സ് ഒക്കെ റെൻറ്റിന് മേടിച്ച് വെച്ചോ. നാളെ മുതൽ കമൻറ്റ് ബോക്സ് കത്താൻ പോവാ. കണ്ടോ, ഫുള്ളി ഡേഞ്ചർ ഡാനിയുടെ ഫാൻസ് ആയിരിക്കും. ശരി, നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ കിടിലം മഴയൊക്കെ ആണല്ലോ. ഇങ്ങനെ പോയാൽ വെള്ളപ്പൊക്കമൊക്കെ വരും. നല്ല കിടിലം വെള്ളപ്പൊക്കമൊക്കെ കയറി നമ്മുടെ വണ്ടി പുതിയ രക്ഷാപ്രവർത്തനത്തിന് നമ്മൾ പുതിയ വണ്ടി ഇറക്കേണ്ടി വരും. ഇനി എന്തെങ്കിലും നല്ല കിടിലൻ പൊക്കമൊക്കെയുള്ള ഫോർച്യൂണർ, മോഡിഫൈഡ് ഫോർച്യൂണറൊക്കെ ഇറക്കേണ്ടി വരും നമ്മൾ. ഓക്കെ, ചുമ്മാ ആണ് നമ്മൾ ബസ്സൊക്കെ ഇറക്കത്തേ ഉള്ളൂ. നമ്മുടെ ബസ്സൊന്നും ഞാൻ ഇറക്കത്തില്ല ഗൈസ്. വെള്ളപ്പൊക്കമൊന്നും വരത്തില്ല. വന്നാൽ തന്നെ നമ്മുടെ വണ്ടിയൊന്നും നമ്മൾ ഇറക്കത്തില്ല. നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ അകത്ത് കയറ്റി ഒളിപ്പിച്ച് വെക്കും ഗൈസ്. ഓക്കെ, അതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മളിട്ട KSRTCയുടെ ഒക്കെ വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഏകദേശം 40 പേരോളം ലൈക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ നന്ദി. ഓക്കെ, അപ്പോൾ ഇനിയും ലൈക്കുകളൊക്കെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഫുള്ളൊന്ന് കാണാൻ ശ്രമിക്കുക ഗൈസ്. എല്ലാവരും ഫുള്ളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കിടിലൻ മഴയാണ്. നമ്മളിതേ സൈഡ് ഗ്ലാസ്സൊക്കെ കയറ്റിയിട്ട് കിടിലൻ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങളിതിലൊരു വണ്ടി എടുത്ത് നോക്കണം ഗൈസ്, അപ്പോഴേ അതറിയത്തുള്ളൂ. ഇതെന്താണ്, സ്കൂളാണോ? സ്കൂൾ. ഇപ്പോൾ മഴ കാരണം എല്ലാ സ്കൂളിനും അവധിയല്ലേ. ഓക്കെ, എല്ലാവരും കോളടിച്ച് വീട്ടിലിരിക്കുകയാണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇത് കണ്ടില്ലേ, ആ ടേൺ എടുത്ത് എന്ത് സിമ്പിളായിട്ടാണെന്ന് കണ്ടോ. അത്ര ചുരം പോലത്തെ ഇതൊന്നും അല്ല, എന്നാലും കിടിലൻ അത്യാവശ്യം നല്ല വളമൊക്കെ പൊളിയായിട്ട് എടുക്കാനുള്ള കഴിവൊക്കെ നമ്മുടെ ഹയാസിനുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും അത് ഒരു കയറ്റമാണ്. അതൊരു ഹൈവേ പോലത്തെ സംഭവമാണെന്ന് തോന്നുന്നു. ഹൈവേ ആണോ? അതല്ലല്ല, ഒരു കയറ്റമാണ്. നമുക്ക് എന്തായാലും അതൊന്ന് കയറണം. അപ്പോൾ ഇതിൻ്റെ പുള്ളിങ് ഒക്കെ നമുക്ക് നോക്കാം. ലോറിക്ക് ഒരു ടെമ്പോക്കാരൻ്റെ ഫ്രണ്ടിൽ ഓക്കെ. എൻ്റെ മോനെ എന്നോ സ്റ്റെബിലിറ്റിയാണ് ഗൈസ്. ഇത് കണ്ടോ, ഒരു ചെറിയ റെഡ് കാറിൻ്റെയും പിന്നെ ഒരു പിക്കപ്പിൻ്റെ ഇടയിലൂടെ എന്ത് സിമ്പിളായിട്ടാണ് വണ്ടി വന്നതെന്ന്. അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിടിച്ചാൽ അവിടെ നിൽക്കും വണ്ടി. അത്രയും കിടിലൻ ബ്രേക്കാണ്. ഇത് കണ്ടില്ലേ, നമ്മൾ ജസ്റ്റ് കാല് കൊടുക്കുമ്പോഴേ വണ്ടി കത്തി കയറുവാണ്. ഇത് നമ്മളെ സ്ലീപ്പറിനെയൊക്കെ കടന്ന് വെട്ടി പോവാണ്. എന്തായാലും ആംബുലൻസിനെ ഓവർടേക്ക് ചെയ്താൽ അതിനകത്ത് പിന്നെ ആരും ഇല്ലായിരുന്നു, അത് വേറെ കാര്യം. ഓക്കെ ഇതേ ഒരു ലോറി ടാങ്കറൊക്കെ പോകുന്നു. എന്തായാലും ഇവൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഇന്നോവയോ കൊള്ളാം, അത്യാവശ്യം സ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ട്. നമ്മുടെ മറ്റേതെങ്കിലും വണ്ടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വളവിൽ വളയ്ക്കുമ്പം വണ്ടി തെറിച്ച് മറിഞ്ഞ് വേറെ എവിടെയെങ്കിലും പോയി കിടക്കും. ഓക്കെ, നമ്മുടെ ഈ വണ്ടിയുടെ ആണോ എന്ന് എനിക്കറിയത്തില്ല. കിടിലൻ സ്റ്റെബിലിറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നെടുത്ത് ഓടിച്ച് നോക്കുക ഗൈസ്, അപ്പോഴേ അറിയത്തുള്ളൂ അതിൻ്റെ ആ പവറും പുള്ളിങ്ങും കാര്യങ്ങളുമൊക്കെ. എത്ര മൈലേജ് കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മളെന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും മഴ മാറിയിട്ട് വീഡിയോ എടുക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ മഴ മാറിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നടക്കത്തില്ല ഗൈസ്. അപ്പോൾ വീണ്ടും മഴയൊക്കെ പെയ്തിട്ടുണ്ട്.
ഓക്കെ, നല്ല സ്ലിപ്പറി റോഡും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു മാളാണിത്. ഓക്കെ, ദേ ഇവിടെ ഒരു സ്ക്രാപ്പ് ബസ്സും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടോട്ട് നമ്മൾ വന്നതാണ്. എന്തായാലും മഴ മാറിയിട്ട് പോകാമെന്ന്, ഇവിടെ ഒരു മാള് തുടങ്ങാനായിട്ട് പോകണം നമ്മുടെ ഫ്രണ്ട്. ഇത് കണ്ടില്ലേ, ഇത്രയും വലിയൊരു മാളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ അവനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അവനിവിടെ എപ്പോഴും കാണും. പിന്നെ വന്നിട്ട് അവൻ്റെ ഒരു ചായയൊക്കെ മേടിച്ച് തന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഓസിനൊരു ചായയും കാര്യങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ ഇതേണ്ട വണ്ടി എൻ്റെ മോനെ എന്തോ കരി പിടിച്ച പോലെ ഇരിക്കുന്നു ഗൈസ്, സീന്. പിന്നെ അതാണ്ട് ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ നല്ല പൊടിയാണ്. കാരണം അവൻ തുടങ്ങിക്കൊണ്ടിരിക്കുക, അതായത് തുടങ്ങാൻ പോവുകയാണ് നമ്മുടെ മോളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അതിനായിട്ട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടോട്ട് കൊണ്ടിട്ട് വണ്ടി നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഞങ്ങൾ മഴ തീർന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ മഴ തീരത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് കുറേ താമസിക്കും. നേരത്തെ ഒരു 2 മണിക്കൂറൊക്കെ മഴ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തീരത്തില്ല, മഴ കുറേ നേരം കാണുമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ അങ്ങ് ഇറങ്ങിയതാണ്. കാരണം ഇപ്പോൾ ഇറങ്ങിയില്ല, ഇനി നമ്മൾ ഇപ്പം തന്നെ ഇറങ്ങിയോണ്ട് ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും നൈറ്റ് ആവും. എന്തായാലും കിളിയണ്ണൻ്റെ വീട്ടിലോട്ടാണ്, എപ്പോഴും കിളിയണ്ണൻ എന്ന് വിളിച്ച് അങ്ങനെ ആയിരുന്നു. നമ്മുടെ ഡേഞ്ചർ ഡാനിയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ അവിടെയാണ് ഇന്ന് സ്റ്റേയും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഡേഞ്ചർ ഡാനിയുടെ വീട്ടിലാണ് ഇന്ന് നമ്മൾ ഈ വണ്ടി കൊണ്ടിടുന്നത്. അത് കഴിഞ്ഞ് എനിക്ക് വയ്യ, ഇനി നേരെ ട്രിവാൻഡ്രത്തോട്ടൊക്കെ പോയി അത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ട്രിവാൻഡ്രത്താണ് നമ്മുടെ ഇവനെ ലുക്കാക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം കുറച്ച് ലുക്കാക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ട്. അവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഗ്യാരേജാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവിടെ കൊണ്ടുപോകാനാണ് ഇവനെ. അപ്പോൾ നാളെ അവിടെ കൊണ്ടുപോകാനാണ് പ്ലാനും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട്. നൈറ്റ് നല്ല മഴയാണ് ഗൈസ്. അപ്പം നമ്മളിത് വീട്ടിലോട്ട് അടുക്കുന്നു നമ്മുടെ ഡാനിയുടെ. ഒരു കാര്യം, അവിടെ എനിക്ക് ഭയങ്കര കൈവേദന, പെട്ടെന്ന് വീടെത്തിക്കണം. അതുപോലെ തന്നെ അവിടെ എൻ്റെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് ആശുപത്രിയിൽ നിന്ന് കിട്ടിയേ, അതൊന്നും എടുത്ത് കളഞ്ഞേക്കല്ലേ. നിങ്ങളുടെ കഴപ്പ് കാരണം എനിക്ക് പണി കിട്ടിയതാ. അയ്യോ, ശരിയാണ് ഗൈസ്, നമ്മുടെ KSRTC ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്തായാലും കേസും കാര്യങ്ങളൊന്നും ആയില്ല, ഭാഗ്യം. അപ്പോൾ എന്തായാലും ആ എക്സ്പീരിയൻസ് ഇവനോട് ചോദിക്കണമെന്ന് വിചാരിച്ചു ഗൈസ്, മറന്നുപോയി. ഇനിയിപ്പം പറ്റത്തില്ല, അടുത്ത വീഡിയോ ചോദിക്കാം ഗൈസ്. ഓക്കെ, അല്ലേ തന്നെ ഇനി എന്തോ ചോദിക്കാനാ, വീഡിയോ നടത്തിയിട്ട് പോയി കിടന്ന് ഉറങ്ങടാ. ഇനി എന്നെ കളിയാക്കിയ ഞാൻ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും നിന്നെ. നമ്മുടെ ഡേഞ്ചർ ഡാനി ഭയങ്കര കലിപ്പിലാന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. അപ്പം ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇൻസ്റ്റയൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പം മോഡിഫൈ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ എല്ലാവരും വരും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, എല്ലാവരും പോയി ഫോളോ ഒക്കെ ചെയ്തോ. ഓക്കെ, അപ്പം ഞാൻ പോയി ഒന്ന് കിടന്ന് ഉറങ്ങട്ടെ, രാവിലെ തുടങ്ങിയ പണിയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം ബൈ.